ഐസിന്റെ ഫേസ് ഒക്കെ ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പിയാണ് കേട്ടോ. കൃഷി ഐസൊക്കെ കൂടി പുറത്ത് നടക്കാൻ വന്നതാണ് കേട്ടോ. നോക്ക് എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് ഐസിന്റെ ഫേസ് ഒക്കെ ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറയുക, നമ്മളെല്ലാ വീക്കെൻഡ്സിലും ഇവിടെ സ്റ്റേക്കേഷനൊക്കെ പോകാറുണ്ട്. പക്ഷെ ഇന്ന് എക്സ്ട്രാ ഹാപ്പിയാണ്. കാരണം ഇന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് ആരെയാണ് ഐസ്? ഇവിടെ കൃഷിനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഐസ്. ഇതാണ് കൃഷിയോടെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. കാരണം ഇവിടെ പെറ്റ് ഫ്രണ്ട്ലി സ്റ്റേക്കേഷൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനായിരിക്കും റൂം ബ്ലോഗ് ചെയ്യുന്നത്, റൂം ടൂർ. കൃഷിനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഡോഗ്സിനായിട്ടൊക്കെ നമ്മളിപ്പോൾ ഒരു സ്റ്റേ ഒക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് റൂം അല്ലല്ലോ, നമുക്ക് അവരെയൊക്കെ കൊണ്ടുവന്ന് പുറത്തൊക്കെ പോകാനും നടക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം എടുക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ട് കൂട്ടത്തിലെ ഏറ്റവും നല്ലതാണെന്ന് തോന്നിയ ഡോഗ്സിനായിട്ടൊന്ന് പുറത്തൊക്കെ പോകാൻ പറ്റിയ ഒരു സ്റ്റേ ആണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി നോക്കിയിട്ടൊന്നുമില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ഓൺലൈൻ ത്രൂ ആണ് ബുക്ക് ചെയ്തത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. എന്നും പോകുന്ന സ്റ്റേക്കേഷനേക്കാളും ഇന്ന് കുറച്ച് എക്സ്ട്രാ ഹാപ്പിയാണ്. കൃഷിയും കൂടെ നമ്മളിപ്പോൾ ഉള്ളതുകൊണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും കൃഷിനെ ഇവിടെ ഇട്ടിട്ട് പോകുന്നത് സങ്കടമുള്ള കാര്യമാണ്. കുറച്ച് മണിക്കൂറത്തേക്കാണെങ്കിൽ കൂടി അവരുള്ളപ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അതുകൊണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്തു. ഇതേ നമ്മുടെ പെട്ടിയും സാധനങ്ങളും കൃഷിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്നിടത്തേക്ക്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടോ. അതെ ആ കാണുന്ന വില്ലയാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ട്, റൂമൊക്കെ കാണാം. ബാ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലം. ഇതൊരു വില്ലയാണ്, പൂളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അതേ കൃഷിയും ഐസൊക്കെ കൂടി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ട്. ആ വൈറ്റ് ഡോർ തുറന്നോ. അതെ ഇതാണ് നമ്മുടെ സ്ഥലം. ഈ വൈറ്റ് ഡോർ ഐസു ഇവിടെ. ഡോറ് തുറന്നു വരുമ്പോൾ ഇതൊരു റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. ഇതിന്റെ റൈറ്റ് സൈഡിലേക്കാണ് നമ്മളെ റൂം വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇതാണ് ഡോർ കേട്ടോ. നമ്മൾ ഈ ഡോറ് തുറന്ന് ഇവിടെ അകത്തേക്ക് കയറി നിൽക്കുകയാണ്. ഞാൻ നിങ്ങളെ ഇനി ഈ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഈ എങ്ങനെയാണ്, എന്തൊക്കെ റൂംസ് ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ കൂടി കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിന്ന് ഇതാണ് കേട്ടോ റൂം വരുന്നത്. റൂമല്ല, ഇത് ലിവിങ് ഏരിയ ആണ്. ഇവിടെയാണ്, ഇത് ഐസൊക്കെയാണ്. കൃഷി ഇത് പെറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് കൃഷി ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അതെ ഇതാണ് റൂം വരുന്നത്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ബാത്റൂം ഉണ്ട്. അതെ ഇത് ടോയ്ലറ്റ് സ്പേസ് ആണ്, ഷവർ ഏരിയ ഒക്കെ ആയിട്ട് ഒരു ബാത്റൂം. പിന്നെ ഇങ്ങോട്ട് വരാൻ നേരത്ത് അതെ ഇവിടെ ഒരു ചെറിയൊരു മിനി കിച്ചൺ, സ്റ്റുഡിയോ പോലെയൊക്കെ നമ്മൾ സ്റ്റുഡിയോ റൂംസിൽ കാണില്ലേ, അതുപോലെ ഇവിടെ തന്നെയാണ് കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ ഒരു ഫ്രിഡ്ജുണ്ട്. പിന്നെ അവിടെ എന്തെങ്കിലും സാധനങ്ങൾ വയ്ക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ അതെ അങ്ങോട്ടേക്ക് പൂളാണ് കേട്ടോ. അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കാണിക്കുന്നില്ല. നമുക്കിത് തുറന്നിട്ട് പുറത്തേക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അതെ ലിവിങ് സ്പേസാണ് നമ്മുടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ഗ്ലാസ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ ഗ്ലാസ് ആണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ബെഡ്റൂം അത്ര വലുതല്ല, ഒരു ബേസിക് ബെഡ്റൂമാണ്. വേണ്ടോ ഇവിടെ പല പല സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വാർഡ്രോബ് ഏരിയ ആണ്. ഇവിടെ അയൺ ബോക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇത് വരുന്നത്. ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പൂളും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ റൂമും കാര്യങ്ങളൊക്കെ ഇത്രയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ സ്വിം ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാണ്ടോ. ഇതാണ് പൂള് വരുന്നത്. നമ്മുടെ റൂമിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് പൂളാണ് കേട്ടോ. ഈ പൂളിന് ലെങ്ത് കുറവാണെങ്കിലും നല്ല ഡെപ്ത് ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ ആയിട്ട് ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും ഇപ്പോൾ പൂൾ ഇറങ്ങുന്നില്ല, ഉച്ചയാണ്, നമുക്ക് ഈവനിങ് ഇറങ്ങാം. നമുക്കിത് കോംപ്ലിമെൻ്ററി കോഫിയൊക്കെ തന്നു കേട്ടോ. കൃഷ്ണനായിട്ട് പുറത്തു പോകാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതായത് ഒരു കോഫി കുടിക്കാൻ നിൽക്കുമായിരുന്നു. ബ്ലാക്ക് കോഫിയാണ് കേട്ടോ. ഭയങ്കര കടുപ്പം. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു എനർജി കിട്ടും.
കൃഷി ഐസൊക്കെ കൂടി പുറത്ത് നടക്കാൻ വന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു ചെറിയൊരു ഗ്രീൻ സ്പേസ് ഉണ്ട് നടക്കാനൊക്കെ ആയിട്ട്. ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ. ഇത് ഒരുപാട് വലിയ ഏരിയ ഒന്നും അല്ല, എങ്കിൽ കൂടി ഇങ്ങനെ നടക്കാനൊക്കെ ഒരു സ്ഥലം ഉള്ളത് ഭയങ്കര നല്ലതാണ്. കാരണം നമ്മൾ പെറ്റ്സിനെയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഹോട്ടലിലൊക്കെ റൂംസ് എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് റൂംസ് പെറ്റ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ ആയിട്ട് നടക്കാൻ പോകാനൊന്നും സ്ഥലമൊന്നും ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് അവർക്ക് റൂമിൽ തന്നെ ഇരിക്കുന്നത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ലല്ലോ. പക്ഷെ ഇവിടെ എന്നുണ്ടെങ്കിൽ കൃഷി നല്ലോണം എൻജോയ് ചെയ്ത് കൃഷ്ണൊന്ന് നടക്കാനൊക്കെ കൊണ്ടുപോയി. പിന്നെ ഇവിടെ വേറെ ഡോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, അവർ കുറച്ച് കഴിയുമ്പോൾ വരും. ഇതിപ്പോൾ ഞാൻ വില്ലേൻ്റെ അകത്ത് തന്നെയാണ് ഇവനായിട്ട് വാക്കിന് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്കും കൊണ്ടുപോകാം. പക്ഷെ ഇപ്പം വെയിലായതുകൊണ്ട് കൊണ്ടുപോകത്താണ്. വേണമെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ ആകുമ്പോൾ ഇവനായിട്ട് പുറത്ത് പോവാം. വാ എവിടെ നോക്കട്ടെ, ആരാ നടക്കുന്നേ, ആരായി നടക്കുന്നേ? ആരാ ഇരിക്കുന്നത് നോക്കിക്കേ. കൃഷ് കം ദിസ്. ആ പൂജ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഇത് വിഷമിച്ചാ? എന്നാ പോവാം. വിഷമിച്ചാ? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷി വിഷമിച്ചേട്ടോ. ഇപ്പൊ സമ്മർ ടൈം ആയതുകൊണ്ട് ഒരുപാട് സമയം പുറത്തിരിക്കാൻ പറ്റില്ല. അവൻ അപ്പം തന്നെ ടയേർഡാവും. അപ്പോഴേക്കും ഈവനിങ് ആയിട്ടോ. പിന്നെ ഞങ്ങൾ ഇതേ പൂളിലേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ പൂൾ സൈഡിലേക്ക് വന്നേക്കണേ. പൂളിൽ ഇറങ്ങാൻ പോകണ്ടോ, നല്ല ഡീപ്പ് പോലെ തോന്നുന്നു കണ്ടിട്ട്. ഇതേ ആ കാണുന്ന കണ്ടോ നമ്മൾ നിൽക്കുന്ന റൂം. അവിടെ നിന്ന് നേരെ കാണുന്നത് പൂളാണ്. എന്തായാലും അവിടെ നിന്നുള്ള വ്യൂ നല്ലതുണ്ട്. ഇങ്ങനെ പൂളൊക്കെ കണ്ടിരിക്കാൻ കുറേ വിൻഡോസൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ലൈറ്റും നല്ല രസമാണ്. ഹൈസു, ഞാൻ പൂൾ ഇറങ്ങിയേക്കാണ്ട്. ഇത് കിഡ്സ് പൂളാണ് ഐസ്. ഇത് ഐസ് ഒരു ഇതിൽ ഞാൻ പൂളിൽ ഇറങ്ങിയേക്കാണ്. ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട്. ഞാൻ നിൽക്കുവാണ് കറക്റ്റ്. ഇതിൻ്റെ അങ്ങോട്ടേക്ക് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്വിം ചെയ്തിട്ട് വന്നാലോ. ഞാൻ സ്വിം ചെയ്തിട്ട് വരാവേ. കൃഷി ഇവിടെ മൂക്കും കുത്തി വീണിട്ട് കൃഷിനെ കൊണ്ട് ആക്കിയിട്ടേക്കണുണ്ട് ഞങ്ങള്. ഞാൻ അധികം നേരം പൂളിൽ ഇരുന്നില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ കയറി. കാരണം കൃഷിനെ ഞാൻ റൂമിൽ ലോക്ക് ചെയ്തിട്ടാണ് പൂളിൽ ഇറങ്ങിയത് കേട്ടാ. കാരണം കൃഷി ഇവിടെയൊക്കെ നടക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ അവനൊന്നും ചെയ്യൊന്നുമില്ല. പിന്നെ അവര് പേടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ റൂമിൽ പൂട്ടിയിട്ട്. റൂമിൽ നിന്ന് കൃഷി നേരെ നോക്കിയാൽ കാണുന്നത് ഞങ്ങൾ വെള്ളത്തിൽ കിടക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് അവൻ പേടിച്ച് കരയാൻ തുടങ്ങി. അവൻ കണ്ടിട്ടില്ലല്ലോ നമ്മളങ്ങനെ പൂളിലൊന്നും കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ കയറി കൃഷിൻ്റെ ഒപ്പം പോയി കേട്ടാ. ഐസ് സ്വിം ചെയ്ത് വീട്ടിൽ വന്ന് കുളിച്ച് കിടപ്പായിട്ടാ. കൃഷി ഇവിടെ ഇത് ആരാണ് അപ്പുറത്തെന്ന് പറഞ്ഞ് കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഫെൻറ്റി, ഫെൻറ്റി, ഹേ ഫെൻറ്റി, ഹേ ഫെൻറ്റി. ഞാൻ പറഞ്ഞില്ല ഇവിടെ വേറെ ഡോഗ്സ് ഉണ്ടെന്ന്. ഇത് ഫെൻറ്റി കേട്ടോ. ഇവിടെയുള്ള ഒരാളുടെ ഡോഗാണ്. ഇപ്പൊ ഇവരൊക്കെ കൂടി പുറത്തിരിക്കായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നപ്പോ കണ്ടാണ് കേട്ടോ. ഭയങ്കര കുഞ്ഞൊരു ഡോഗാണ്. രാത്രിയായിട്ടോ നമ്മള് ഡിന്നർ കഴിക്കാൻ പോകണം. നമ്മളിന്ന് KFC ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചാലോ. വിശക്കുന്നുണ്ട് അല്ലേ? ഐസിന് ശരിക്കും വിശക്കുന്നുണ്ട്. ഞാനൊരു പൊഴിച്ചോ കഴിച്ചായിരുന്നു. ഐസ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കഴിക്കാം. എന്തൊക്കെയാ ഐസ് വാങ്ങിച്ചത്? ഇത് പുതിയ ഫിഫ എഡിഷൻ ആണോ? ഫിഫയുടെ ബോക്സ് അല്ല. പിന്നെ നമ്മൾ എങ്ങനെ അറിയും ഫിഫ എഡിഷൻ ആണോ അല്ലേന്ന്? നോക്കട്ടെ. അതിന്റെ ചിക്കൻ കാണുമ്പോ അറിയാം. ശരിക്കും ബോക്സ് ഫിഫയുടെ എഡിഷൻ ആണ് വേണ്ടിയിരുന്നത്. പക്ഷെ അതെ ഇങ്ങനെ ഇതിങ്ങനെ ഒരു സ്പെഷ്യൽ ഇതിട്ടേക്കുന്ന ചീസ് ആണോ ഇത്? ഒരു പുതിയ ഫ്ലേവറാ. ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. ഒരു ബോക്സിലൊരു ഫിഫയുടെ ഒരു ഇതുണ്ടല്ലേ. പക്ഷെ നമുക്ക് കിട്ടിയതിൽ അതില്ല. ഫ്ലേവർ വ്യത്യാസമുണ്ട്. എങ്ങനെയുണ്ട്? ഡിഫറെന്റ് ടേസ്റ്റ് ആണോ? എന്ത് ടേസ്റ്റാ ഡിഫറെന്റ് ആയിട്ട്? ചീസി ആണോ? ചീസി ചീസ് പോപ്കോണിന്റെ ഒക്കെ പൊക്കത്തുള്ള പോലെ അല്ലേ?
നല്ല ഡിഫറെന്റ് ടേസ്റ്റ് ആട്ടോ. രാത്രി കൃഷിയായിട്ടൊന്ന് വാക്കിനിറങ്ങിയതാണ് കേട്ടോ. വർക്കൊക്കെ കഴിഞ്ഞ് കൃഷിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോയിട്ട് ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. കൃഷി ഫുൾ ആക്റ്റീവ് ആയിരുന്നു. പുതിയൊരു സ്ഥലം ആയതുകൊണ്ട് കൃഷിന് ഒരിക്കലും ഇല്ലാത്ത എനർജി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ രാവിലെ തന്നെ കൃഷിയായിട്ട് ബോൾ കളിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി ഞാൻ നമ്മൾ നിന്ന സ്റ്റേയുടെ ഡീറ്റെയിൽസ് വരാം. നമ്മൾ നിന്നത് ബ്രൈറ്റ് അപ്പാർട്ട്മെന്റ്സ് ഫേസിംഗ് പൂൾ എന്നാണ് കേട്ടോ ഈ അപ്പാർട്ട്മെന്റിന്റെ പേര് വരുന്നത്. ഇവിടെയുള്ള റൂംസ് ഒക്കെ തന്നെ പൂൾ ഫേസിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റൂംസ് പൂൾ ഫേസിംഗ് തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല റൂമൊക്കെ, അതുപോലത്തെ റൂംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ റൂമിന്റെ നെയിം ഹോം എന്നാണ് കേട്ടോ ഈ റൂമിന്റെ നെയിം. ഇതിന് പ്രത്യേകിച്ച് റൂം നമ്പർ ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ റൂം നമ്പർ ഒന്നും എടുത്ത് പറയാത്തതാണ് കേട്ടോ. നമ്മൾ അഗോഡ ത്രൂ ആണ് ബുക്ക് ചെയ്തത്. നമുക്ക് 146 റിയാലാണ് കേട്ടോ നമുക്ക് ബുക്ക് ചെയ്തപ്പോൾ വന്ന ചാർജ്. ഇതിലെന്ന് പറയുമ്പോൾ പെറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ കൂടി നമ്മൾ പെറ്റിന് അഡീഷണൽ ചാർജ് കൊടുക്കണം. ഈ 146 റിയാൽ കൂടാതെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും പെറ്റ് ഉണ്ടെങ്കിൽ 180 റിയാൽ ഇവിടെ എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. അത് ഇവിടെ നിന്നല്ല, മിക്ക ഹോട്ടൽസിലും നമ്മൾ ഖത്തറിൽ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും പെറ്റിന് എക്സ്ട്രാ പേയ്മെന്റ് 180 റിയാൽ കൊടുക്കണം. പക്ഷെ നിങ്ങൾ Airbnb കൂടിയാണ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചാർജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഇവിടെ വന്നിട്ട് പേ ചെയ്യേണ്ടി വരില്ല കേട്ടോ. പക്ഷെ അഗോഡ കൂടിയാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ 146 റിയാൽ അഗോഡ ത്രൂ പേ ചെയ്താലും ഇവിടെ വരുമ്പോഴത്തേക്കും എക്സ്ട്രാ 180 റിയാലും കൂടി പേ ചെയ്യേണ്ടി വരുവേ. അപ്പോൾ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുവേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നലെ നമ്മൾ കൃഷ്ണനെയൊക്കെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി നടത്തിച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഇച്ചിരി വൈകിപ്പോയതുകൊണ്ട് ചടപടയെന്ന് ഉടുപ്പൊക്കെ മാറി നമ്മൾ പോവുകയാണ്. ഇപ്പോൾ 12 മണി, അവൻ 5 മിനിറ്റ് കൂടെ ഉള്ളൂ. 12-നാണ് ചെക്കൗട്ട്. അപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. കൃഷിതേ ഇവിടെ കൃഷിതേ ഹാർനസും ലീഷും ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കണം. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ സ്റ്റേയും പരിപാടിയൊക്കെ. നിങ്ങൾക്ക് ഇതുപോലെ പെറ്റ്സ് ഒക്കെ ഉണ്ട്, ഡോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ അയച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോയുടെ ലിങ്ക്, ഞങ്ങൾ ബുക്കിംഗ് ലിങ്കും ഒക്കെ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ബായ്. ഐസ് വാ, ഒരു ബായ് പറ. ഐസിന് കുനിഞ്ഞിരിക്കേണ്ടി വരും. ബായ്. അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുന്നുണ്ടോ. ഇനിയും ഖത്തറിൽ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേക്കേഷൻസ് ഒക്കെ ആയിട്ട് വരാം. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.